അതിരപ്പിള്ളിയിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകി. മുനിത്തടം ഭാഗത്ത് 1-ാം ബ്ലോക്കിലെ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് ആനയെ മയക്കുവെടിവെച്ചത്. മയക്കം വിട്ട ആന ഉൾവനത്തിലേക്ക് പോയി. ചാലക്കുടി പുഴയുടെ തീരത്താണ് രാവിലെ ആനയെ കണ്ടെത്തിയത്. പുഴയോരത്തു നിന്നും വിരട്ടി ഓടിച്ച് മുനിത്തടത്ത് 8:30 ആദ്യ ഡോസ്. വിരണ്ട ആന കുറച്ചു ദൂരം കൂടി മുന്നോട്ടോടി. പിന്നാലെ 2 ഡോസ് കൂടി. മയങ്ങിയ ആനയെ കാലുകൾ ബന്ധിച്ച് ചികിത്സ. ആനയുടെ മുറിവ് ഗുരുതരമുള്ളതാണെങ്കിലും മുറിവിൽ മരക്കഷ്ണങ്ങളോ ലോഹഭാഗങ്ങളോ ഉണ്ടായിരുന്നില്ല. പഴുപ്പെടുത്ത ശേഷം മരുന്ന് വെച്ച് ആന്റിഡോട്ട് നൽകി. അത് വൂണ്ട് കംപ്ലീറ്റ് ഡ്രസ് ചെയ്തു. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി, വല്ല മെറ്റൽസ് ഉണ്ടോ എന്ന് നോക്കി. നെഗറ്റീവാണ്, ഒന്നുമില്ല. അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ് ചെയ്തു, ആന്റിബയോട്ടിക് കവറേജ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ചെയ്തു. മറ്റൊരു കൊമ്പന്റെ ആക്രമണത്തിലാണ് ആനയ്ക്ക് പരിക്കേറ്റത്. പരിക്കിന് 3 ആഴ്ചയിലധികം പഴക്കമുണ്ട്. 2 വീതം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും ആനയെ നിരീക്ഷിക്കും. എന്തായാലും ആനിമലിനെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. 2 സ്റ്റാഫും നമ്മുടെ 2 വാച്ചറും ഇപ്പോൾ ഉണ്ട്. ചെറുതായിട്ട് മൂവ് ചെയ്ത് താഴോട്ട് ഒക്കെ നടന്നു തുടങ്ങിയതായിട്ടാണ് ഇൻഫർമേഷൻ. ആദ്യ ദിവസം സംഭവിച്ച തെറ്റുകൾ പരിഹരിച്ചു. കൃത്യമായ ആസൂത്രണത്തിലൂടെ ആനയെ പിടികൂടി ചികിത്സ നൽകി. ഇനി മുറിവുണങ്ങും വരെ ആന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരിക്കും. അതിരപ്പള്ളിയിൽ നിന്നും ബേസിൽ ജോർജിനൊപ്പം കെ അഖിൽ, മീഡിയ 1.